സുന്നിയല്ലാത്തവർക്ക് മക്കളെ വിവാഹം ചെയ്ത് കൊടുക്കരുതെന്ന് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ഈ ഒരു പ്രസ്താവനയോട്, അഭിപ്രായത്തോട് നിങ്ങൾ യോജിപ്പുണ്ടോ? ഈ സുന്നിയല്ലാത്തവർക്ക് മക്കളെ വിവാഹം ചെയ്ത് കൊടുക്കരുത്, അതായത് മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, പിന്നെ സുന്നിയിലെന്തോ 2-3 അല്ലേ, ഇവർക്കൊന്നും വിവാഹം ചെയ്ത് കൊടുക്കരുതെന്നാണ് പേരോട് പറയുന്നത്. ഞാൻ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമായിട്ടുള്ള ഈ കല്യാണങ്ങളൊക്കെ പൈസയുടെ മാനദണ്ഡം വെച്ചിട്ടാണ്. അല്ലാതെ അവിടെ സുന്നി മുജാഹിദ് ഒരു വേർതിരിവൊന്നും ഞാൻ കണ്ടിട്ടില്ല. സാമ്പത്തിക ശേഷി അധികമായിട്ടുള്ളവർ അതവർ വെറുതെ ഉണ്ടാക്കണമെന്നല്ല കേട്ടോ, വെറുതെ ഉണ്ടായി വരുന്നൊന്നുമല്ല, അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. അത് വേറെ അവിടെ നിൽക്കട്ടെ, അത് അവരുടെ ഇഷ്ടം. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് സാമ്പത്തികമായിട്ട് ഉയർന്ന സ്ഥിതിയിൽ നിൽക്കുന്നവർക്കൊന്നും ഈ സുന്നി മുജാഹിദ് അങ്ങോട്ട് മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുക, അങ്ങോട്ട് കൊടുക്കുക, അതിലൊന്നും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, വളരെ ആഡംബരാഘോഷമായിട്ട് തന്നെ നമ്മുടെ കേരളത്തിൽ അടിച്ചു പൊളിക്കുന്നുണ്ട്. പിന്നെ ഈ പേരോട് പറഞ്ഞൊരു സംഭവം, ഇത്തരം പ്രസ്താവനകളൊക്കെ കേട്ടിട്ട് നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട്, ദിനം പ്രതി നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളുണ്ട്. അവരുടെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ കയറിയിട്ട് അവർ ആണ് ഇങ്ങനെ ഒരു പരിധി വരെ ഞങ്ങൾ സുന്നികൾ മുജാഹിദർക്ക് കല്യാണം കഴിച്ചു കൊടുക്കില്ല, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കല്യാണം കഴിപ്പിക്കില്ല, അങ്ങനത്തെ ഒരു ചിന്താഗതിയായിട്ട് നടക്കുന്നത്. അല്ലാതെ ഈ ഇഷ്ടം പോലെ ഇനി ആരൊക്കെ തന്നെ എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സുന്നികൾ മുജാഹിദിനെയും മുജാഹിദ് ജമാഅത്തിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കല്യാണം നടക്കുന്നുണ്ട്. പിന്നെ ഈ പുരോഹിതന്മാർ ഇത്തരം പ്രസ്താവനകളൊന്നും പറയുന്നത് അതിനോട് യോജിപ്പില്ല. അവരെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അവരോട് ബഹുമാനക്കുറവുണ്ടായിട്ടൊന്നുമല്ല. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമല്ലോ, അല്ലേ? ഒട്ടാകെ ന്യൂനപക്ഷ വേട്ട തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ആക്രമിക്കപ്പെടുന്നു, മറ്റു ചിലർ കൊല്ലപ്പെടുന്നു. അതിൽ മുസ്ലിങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, ദളിതരുണ്ട്, മറ്റു പലരുമുണ്ട്. ഈ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷ പാവപ്പെട്ട വിഭാഗങ്ങൾക്കെതിരെ പുരോഹിതർ രംഗത്ത് വരണം, സംസാരിക്കണം. അതൊക്കെയാണ് ചെയ്യേണ്ടത്. കല്യാണം അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ.